Dear students, Animal Kingdom Part 4. നമുക്ക് സെക്കൻഡ് ഫൈലമാണ് പഠിക്കുന്നത്. ഫൈലം സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലം. ദിസ് ഫൈലം ഈസ് ഓൾസോ നെയിംഡ് ആസ് നിഡേറിയ. ഈ ഫൈലത്തിൽ വരുന്ന ജീവികളെയാണ് നമുക്ക് ഈ ചുറ്റിനും കാണാൻ കഴിയുന്നത്. പല ജീവികളുണ്ട്. ഹൈഡ്ര, ഒബീലിയ, ഒറീലിയ, സി അനിമോൺ പോലുള്ള ജീവികൾ. ഈ കാണുന്ന ജീവിയാണ് കോറൽസ് എന്ന് പറയുന്നത്. അല്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പവിഴപ്പുറ്റുകൾ എന്നുള്ള ആ തരം ജീവികളും ഈ ഫൈലത്തിലാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഈ ഫൈലത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പഠിക്കുന്നത്. എക്സാമ്പിൾസും പഠിക്കാം. ഇപ്പോൾ ഈ ഫൈലത്തിൻ്റെ ജീവികളെ നമ്മൾ സീലൻഡ്രേറ്റ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഉണ്ട്. ഇവരുടെ ബോഡിക്കുള്ളിൽ നമ്മൾ കണ്ട എല്ലാ തരം ജീവികളുടെയും ഉള്ളിലായിട്ട് ദേ ഹാവ് എ ക്യാവിറ്റി. നമ്മൾ പോറിഫറയിൽ പറഞ്ഞ പോലെ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ ജീവികളുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ ക്യാവിറ്റി ഉണ്ട്. അതാണ് അവരുടെ ഡൈജസ്റ്റീവ് കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഡൈജഷൻ നടക്കുന്ന ഒരു വലിയ ക്യാവിറ്റിക്കുള്ളിലാണ്. അതുകൊണ്ടാണ് ഈ ഫൈലത്തിനെ സീലൻഡ്രേറ്റ, സീലോം നമുക്കറിയാം, ക്യാവിറ്റി അല്ലേ. അപ്പോൾ ബോഡിയിലുള്ളിൽ ഒരു ക്യാവിറ്റിയുള്ള ജീവികൾ എന്നുള്ള മീനിങ്ങിലാണ് സീലൻഡ്രേറ്റ എന്ന്. ദ ആനിമൽ ഹാവിങ് സീലൻഡ്രോൺ, ദ ക്യാവിറ്റി ഈസ് നെയിംഡ് ആസ് സീലൻഡ്രോൺ ഉള്ള ജീവികൾ എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ അക്വാട്ടിക്, എല്ലാം വെള്ളത്തിൽ കാണുന്ന ജീവികളാണ് അക്വാട്ടിക് എന്ന്. മോസ്റ്റ്ലി മറൈൻ, കടൽ വെള്ളത്തിലാണ് കൂടുതലും പേരുകൾ കാണുന്നത്. എന്നാൽ ഫ്രഷ് വാട്ടറിൽ 1-2 പേരൊക്കെ ഉണ്ട്. ഹൈഡ്ര പോലുള്ള ജീവികളൊക്കെ ഫ്രഷ് വാട്ടറിലും ഉണ്ട്. പിന്നെ ദേ ആർ സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്. സെസൈൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്ന് ജീവിക്കുന്നവർ. ഇവിടെ സസ്യങ്ങളെപ്പോലെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് സെസൈൽ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീ സ്വിമ്മിങ്ങും ഉണ്ട്. ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയും. ഇത് നീന്തി നടന്നാണ് ജീവിക്കുന്നത്. അങ്ങനെ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ളവരും ഉണ്ട്, എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്ന ജീവികളും ഉണ്ട്. അതിനാണ് സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ് എന്ന് പറയും. പിന്നെ റേഡിയൽ സിമെട്രിക്കൽ ആനിമൽസ്, റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസ്. നമ്മൾ നേരത്തെ സിമെട്രി പറഞ്ഞിരുന്നു. എസിമെട്രി, റേഡിയൽ സിമെട്രി, ബയലാറ്ററൽ സിമെട്രി. അതിൽ ഈ ജീവികൾ സിലിണ്ടറേറ്റ്സ് എല്ലാം എങ്ങനെയുള്ളവരാണ്? റേഡിയൽ സിമെട്രിയാണ്. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ആനിമൽ ക്യാൻ ബി കട്ട് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ഇറ്റ് ത്രൂ സിംഗിൾ പ്ലെയിൻ പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സിസ്. ഒന്നിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലേ. അതിൻ്റെ സെൻട്രൽ ആക്സിസിൽ കൂടുള്ള ഏത് പ്രതലത്തിൽ കൂടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഈ ആനിമലിനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടുക, വീണ്ടും ക്രോസ് സെക്ഷനിൽ വേറൊരു പ്ലെയിനിൽ കൂടെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക, അല്ലേ. അതിങ്ങനെ റേഡിയൽ സിമെട്രിക്കൽ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. റേഡിയൽ സിമെട്രി, ദ ആനിമൽ ക്യാൻ ബി കട്ട് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ബൈ പാസിങ് കട്ടിങ് ഇറ്റ് ത്രൂ ദ സെൻട്രൽ ആക്സിസ്. സെൻട്രൽ ആക്സിസിൽ കൂടെ ഏത് പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ദാറ്റ് സിമെട്രി ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി. അപ്പോൾ റേഡിയൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസ് ആണ് ഇവർ. ഇനി നമുക്ക് ഇതൊരു ഹൈഡ്രയുടെ പടമാണ് തന്നിരിക്കുന്നത്. ഹൈഡ്രയുടെ ബോഡിയിൽ ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മിക്കതരം സിലിണ്ടറേറ്റ്സിനെല്ലാം തന്നെ ഇതേപോലുള്ള ടെൻഡക്കിൾസ് കാണും. ഇങ്ങനെ വിരലുകൾ പോലുള്ള മിക്ക എക്സ്റ്റൻഷൻസ് എല്ലാ ജീവികളിലും ഉണ്ട്. ഇതിനെ ടെൻഡക്കിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവരുടെ ബോഡിയുടെ ഈ ഭാഗത്തായിട്ടാണ് ഇവർക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് വഴിയാണ് ഉള്ളിലേക്ക് ഈ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഈ ടെൻഡക്കിൾസിലും ഇവരുടെ ബോഡിയിലുമായിട്ട് പല ഭാഗത്തായിട്ട് ഈ ടെൻഡക്കിൾസിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ടെൻഡക്കിൾസിൽ ചെറിയ കോശങ്ങൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും, അല്ലേ. ആ സെൽസിന് പറയുന്ന പേരാണ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് എന്ന് പറയും. ഇതേപോലുള്ള ഡിഫെൻസീവ് സെല്ലുകളെ നമുക്ക് എവിടെ കാണാം? മിക്ക
സീലൻഡ്രൈറ്റിൻ്റെ ഈ ടെൻഡക്കിൾസിലെല്ലാം ഇങ്ങനെ കാണാൻ കഴിയും. ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഡിഫെൻസീവ് സെൽസ് ആണ് ഇവർ. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സെല്ലുകളാണ്. ഇവരുടെ അടുത്ത് കൂടെ എന്തെങ്കിലും ജീവികൾ പോയാൽ അവരെ ഓടിക്കാൻ വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സാണ് ഈ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിഡോബ്ലാസ്റ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡിഫെൻസ് ആണ് പ്രധാനമായിട്ടും. പിന്നെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാനും ഒക്കെ ഇത്, അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും ജീവികളെ പിടിക്കാനും പ്രയെ പിടിക്കാൻ വേണ്ടിയും സഹായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോശങ്ങൾ ഇവരുടെ ടെൻഡിക്കിൾസിലൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള കോശങ്ങളെയാണ് നെമാറ്റോസൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്നോ നിഡോസൈറ്റ്സ് എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ നിഡോബ്ലാസ്റ്റുകളോ അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് ഉള്ളത് കൊണ്ട് ദിസ് ഫൈലം ഈസ് ഓൾസോ നെയിംഡ് ആസ് നിഡേറിയൻസ്. ഇതിനെ നമ്മൾ എന്തെന്ന് പേര് കൂടി പറഞ്ഞു നേരത്തെ? നിഡേറിയൻസ് എന്നുകൂടി പറഞ്ഞു. The name Nidaria is derived from the nidoblast or nidocytes which contain the stinging capsule or nematocytes present on the tentacles and the body. അപ്പോൾ ഇവയ്ക്ക് ഒരു സെല്ലാണിത്. ആ സെല്ലിൻ്റെ ഒരറ്റത്ത് ഒരു നീളമുള്ള ഒരു സ്റ്റിങ് ഉണ്ട്, ഒരു നീളമുള്ള ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചർ വെച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് ക്യാപ്ചറിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഭാഗത്ത് ഈ ടെൻഡക്കിൾസിലാണ് ഈ കോശങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. ഇനി നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ്. ആങ്കറേജ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുക, ഡിഫെൻസ് ആൻഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് പ്രേ. ഇനി ഇവരുടെ ഈ കോശങ്ങളുടെ ഉള്ളിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു മുള്ളു പോലൊരു സാധനമുണ്ട്. ഈ മുള്ളുകൊണ്ട് അവർക്ക് ഇതിനെ ആക്രമിക്കാൻ വരുന്ന ഏതെങ്കിലും എനിമീസ് ഉണ്ടെങ്കിൽ അവരെ ഒരു പോയിസൺ ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ ഓടിക്കാനുള്ള കഴിവോടി ഈ സെൽസിന് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡിഫെൻസീവ് സെൽസ് എന്ന് പറയുന്നത്. ഇനിയാണ് നിഡേറിയൻസ് എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. നേരത്തെ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ പോറിഫറയിൽ നമ്മൾ പറഞ്ഞു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. പക്ഷേ ഇവിടെ സീലൻഡ്രൈറ്റയിൽ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയവരാണ് ഇവർ അല്ലേ. അവരിൽ എത്തുമ്പോൾ അവർക്ക് പലതരം ടിഷ്യൂസ് നമുക്ക് കാണാൻ കഴിയും. ഓരോ ഫങ്ഷൻ ചെയ്യാൻ ഓരോ കലകളുള്ളവർ. അതുകൊണ്ടാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണെന്നും പറഞ്ഞു. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്ടോഡേമും എൻഡോഡേമും മാത്രമുള്ളവരാണ്. മീസോഡേം ഈസ് ആബ്സെൻറ്റ് അല്ലേ. 2 ജേം ലെയേഴ്സ് അല്ലെങ്കിൽ 2 ലെയേഴ്സ് മാത്രം, എംബ്രിയോണിക് ലെയേഴ്സ് മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക്. അപ്പം സീലൻഡ്രൈറ്റ്സ് ഏത് വിഭാഗത്തിൽ വരുന്നവരാണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതാണ് രണ്ടാമത്തെ ഒരു ഫീച്ചർ. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് ഹൈപ്പോസ്റ്റോം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളിലായിട്ട് സീലൻഡ്രോൺ അല്ലെങ്കിൽ ആ സീലൻഡ്രോൺ എന്ന് പറയുന്ന ക്യാവിറ്റിക്കാണ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ക്യാവിറ്റി ഉണ്ടെന്നും ആ സെൻട്രൽ ക്യാവിറ്റി പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ നമ്മൾ ഹൈപ്പോസ്റ്റോം എന്നും പറയും. അപ്പോൾ ഇവരുടെ ഈ ക്യാവിറ്റിക്ക് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് ആസ് ഹൈപ്പോസ്റ്റോം. അടുത്ത് ഇവരുടെ ഡൈജഷനെ കുറിച്ച് സംസാരിച്ചാൽ ഡൈജഷൻ 2 ടൈപ്പും ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന് പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ, ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ. അപ്പോൾ ഈ ജീവികളിലൊക്കെ ഹൈഡ്ര പോലുള്ള ജീവികളിൽ ഇവർ ഫുഡ് ഉള്ളിലേക്ക് എടുത്താൽ ഈ ഫുഡ് മെറ്റീരിയലിൽ ഈ അറയ്ക്കുള്ളിൽ വെച്ച് ഡൈജഷൻ നടക്കാറുണ്ട്. സമീപത്തുള്ള കോശങ്ങളെല്ലാം ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഈ അറയ്ക്കുള്ളിൽ വെച്ചാണ് ഡൈജഷൻ നടക്കുന്നതെങ്കിൽ ആ തരം ഡൈജഷനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയും. അതേസമയം ഇതിൻ്റെ ചുറ്റിനും നമ്മൾ സീലൻഡ്രോണിൻ്റെ ചുറ്റിനും സെൽസ് ഉണ്ടെന്ന് നമ്മൾ സ്പോഞ്ചോസിനുള്ളിൽ സെൽസ് ഉള്ള പോലെ ഇവിടെയും സെല്ലുകളുണ്ട് അല്ലേ.
അപ്പോൾ ഈ ഫുഡ് മെറ്റീരിയൽസ് നേരിട്ട് സെല്ലിനുള്ളിൽ എടുത്ത് വെച്ച് ഡൈജഷൻ നടക്കുന്നതിനെയാണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻട്രാ സെല്ലിനൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ പാരമീസിയത്തിനെ കാണിച്ചേക്കാണ്. പാരമീസിയത്തിലാണ് ഈ ഫുഡ് സെല്ലിനുള്ളിലെടുത്താണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഈ തരം ഉള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ കാണിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇവിടെ സെല്ലിന് ഉള്ളിലും വെച്ച് ഡൈജഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെല്ലിന് പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ. അപ്പോൾ ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. അപ്പോൾ ഈ തരം സിലിൻഡ്രേറ്റ്സിൽ ഇൻ സിലിൻഡ്രേറ്റ്സ് ദ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. 2 ടൈപ്പ് ഓഫ് ഡൈജഷനും ഈ ഫൈലത്തിൽ നടക്കാറുണ്ട്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ സിലിൻഡ്രേറ്റ്സ് സം ഓഫ് ദ നിഡേറിയൻസ് ഓർ സിലിൻഡ്രേറ്റ്സ് എക്സാമ്പിൾ കോറൽസ് ഹാവ് സ്കെൽറ്റൻ കമ്പോസ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ചില സിലിൻഡ്രേറ്റ്സിനെ നമ്മൾ നോക്കിയാൽ അവരിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് ചില നിഡേറിയൻസ് അല്ലെ ചില സിലിൻഡ്രേറ്റ്സിന് ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ സ്കെൽറ്റൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കോറൽസ് എന്ന് പറയുന്ന വിഭാഗം ജീവികൾ അവർ മറൈൻ പോളിപ്പുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജീവികൾ ഇതിനുള്ളിലിരുന്ന് വളർന്നിട്ട് അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഈ കാൽസ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ ചത്തുപോയി കഴിയുമ്പോഴും പിന്നീട് അടുത്ത ജീവി ഇതിൽ വന്ന് വളരുന്നു. അപ്പോഴും അവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ കാൽസ്യം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ജീവികളും ഇങ്ങനെ കോളണിയായിട്ട് ജീവിക്കുമ്പോൾ അവർ സെക്രീറ്റ് ചെയ്യുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് വളർന്ന് കോറൽസ് ആയിട്ട് മാറും. നമ്മൾ കടലിൻ്റെ അടിത്തട്ടൊക്കെ പടങ്ങളിൽ കാണുമ്പോൾ നമുക്ക് കാണാം പല വർണ്ണങ്ങളിലും അല്ലേ, പല ഷേപ്പിലും ഒക്കെ ചെടികളുടെ കൂട്ടമൊക്കെ ഇരിക്കുന്ന കോറലുകളുണ്ട്. അത് വർഷങ്ങളായിട്ട് ആണ് കിളിർത്ത് വരുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള ഈ സിലിൻഡ്രേറ്റ്സ് ആണ് അല്ലെങ്കിൽ നിഡേറിയൻസ് ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതൊരിക്കലും നശിക്കത്തില്ല, ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ കോറൽസ് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കോറൽസ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീവികളെല്ലാം ഈ കോറൽസിനുള്ളിലാണ് ഇരുന്ന് വളരുന്നത്. അപ്പോൾ ആ കോറൽസിൻ്റെ അകത്ത് ജീവിക്കുന്ന സമയത്ത് അവർ എന്ത് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കാൽസ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില നിഡേറിയൻസ് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അടുത്ത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ് കോൾഡ് പോളിപ്പ് ആൻഡ് മെഡുസ. ഈ സിലിൻഡ്രേറ്റയിലെ ജീവികളെയെല്ലാം നമ്മൾ 2 രൂപത്തിൽ കാണാൻ കഴിയും. ഒന്ന് മെഡുസ രൂപത്തിലും ഒന്ന് പോളിപ്പ് രൂപത്തിലും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡുസ രൂപം എന്ന് പറയും. മെഡുസ എന്ന് പറഞ്ഞാൽ ഇത് എന്തുപോലെ ഇരിക്കുന്ന ഒരു അംബർല ഷേപ്പാണ് അല്ലേ, അംബർല ഷേപ്പുമാണ്. അവരുടെ ടെൻറ്റിക്കിൾസ് എല്ലാം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവർക്ക് ഫ്രീ സ്വിമ്മേഴ്സാണ്, എപ്പോഴും മൂവ് ചെയ്യാനുള്ള കഴിവ് ഉള്ളവരാണ്. ഫ്രീ സ്വിമ്മിങ് ഫോംസ് ആണ് മെഡുസ. അംബർല ലൈക്ക് ആൻഡ് ഫ്രീ സ്വിമ്മിങ് ഫോംസിനെ പറയുന്ന പേരാണ് മെഡുസ. അതേസമയം പോളിപ്പ് എന്ന് പറഞ്ഞാൽ ദേ ആർ സിലിണ്ട്രിക്കൽ ആൻഡ് അറ്റാച്ച്ഡ് ഫോം. അവർ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ സിലിണ്ടർ പോലെ ഇരിക്കും, എവിടെയെങ്കിലും പറ്റി പിടിച്ചാണ് കാണുന്നത്, മൂവ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈ നിഡേറിയൻസിൻ്റെ അകത്ത് നമുക്ക് 2 തരം ആൾക്കാരെ കാണാം, 2 ടൈപ്പ് ഓഫ് ജീവികളെ കാണാം. ഇങ്ങനെ പോളിപ്പ് മെഡുസയുടെ രൂപത്തിലിരിക്കുന്ന ജീവികളുമുണ്ട്, പോളിപ്പിൻ്റെ രൂപത്തിലിരിക്കുന്ന ജീവികൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ 2 പടങ്ങൾ ചോദിച്ചിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, പോളിപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആൻഡ് അറ്റാച്ച്ഡ് ഫോം. മെഡുസ എന്ന് പറയുന്നത് അംബ്രല ലൈക്ക് ആൻഡ് അംബ്രല കൊട പോലെ ഇരിക്കുന്നു, അംബ്രല ലൈക്ക് ആൻഡ് ഫ്രീ സ്വിമ്മേഴ്സ് ആണ്, ഫ്രീ സ്വിമ്മിങ് ഫോംസ് ആണ്. അതിനൊരു ഉദാഹരണം ഇപ്പോൾ മെഡുസയ്ക്ക് ഒരു ഉദാഹരണമാണ് ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് നമ്മൾ അറിയപ്പെടുന്ന ജീവി. പിന്നെ ഇതാണ് അഡാംസിയ എന്ന് പറയുന്ന ജീവി. അഡാംസിയ ആണ് സീ ആനിമോൺ എന്ന് പറയുന്ന ജീവി. ഇനി പോളിപ്പും മെഡുസയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ എഴുതാറുണ്ട്. എന്തൊക്കെയാണ്? ഇതാണ് പോളിപ്പ് ആൻഡ് ദിസ് ഇസ് മെഡുസ. ഈ ഫോമിനെ മെഡുസ എന്നും ഈ ഫോമിലിരിക്കുന്ന ജീവികളെ നമ്മൾ പോളിപ്പ് എന്നും പറയും. നോക്കിയേ, ഒന്ന് സെസൈൽ ഫോമാണ്, അതാണ് ഞാൻ പറഞ്ഞ അറ്റാച്ച്ഡ് ഫോമാണ്. സെസൈൽ മീൻസ് അറ്റാച്ച്. അതേസമയം മെഡുസ എങ്ങനെയാണ്? ഫ്രീ സ്വിമ്മിങ് ആണ്. ആൻഡ് പോളിപ്പ് ഈസ് സിലിണ്ട്രിക്കൽ, സിലിണ്ടർ ഷേപ്പാണ്. ഇവിടെ അംബർല ഷേപ്പാണ്, അംബർല ലൈക്ക്. ഇനി പോളിപ്പ് പലപ്പോഴും എസെക്ഷൽ ആണ്, എസെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കും കൂടുതലും ഇവർ കാണിക്കുന്നത്. അതേസമയം ദിസ് ടൈപ്പ് ഓഫ് ബോഡി ഫോം
അല്ലെങ്കിൽ മെഡുസ എങ്ങനെയാണ് സെക്ഷൽ ഫോംസ് ആണ്, സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇത് ഈ രൂപത്തിലിരിക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്ര, അഡാംസിയ പോലുള്ള ജീവികൾ, ഹൈഡ്ര, സി അനിമോൺ പോലുള്ള ജീവികളിലാണ് ഈ തരം ജീവികളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം മെഡുസ ഫോമിലിരിക്കുന്ന ജീവികളെന്ന് പറയുന്നത് ഒറീലിയ ഓർ ജെല്ലി ഫിഷ്, ഇവരെയാണ് ജെല്ലി ഫിഷുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തരം ബോഡി ഫോംസിൻ്റെ വ്യത്യാസം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. വാട്ട് ഈസ് പോളിപ്പ് ആൻഡ് മെഡുസ? പോളിപ്പ് ഈസ് attached cylindrical form, മെഡുസ ഈസ് അംബ്രല്ല ഷേപ്ഡ് ഫ്രീ സ്വിമ്മിങ് ഫോം. ആ രണ്ട് ടേംസ് ഓർത്തിരിക്കുക, രണ്ട് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചില നിഡേറിയൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ രണ്ട് രൂപത്തിലും ഇരിക്കാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ ഒബീലിയ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിക്ക് ഈ രണ്ട് രൂപത്തിലും അവർക്ക് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു സമയത്ത് അവർ പോളിപ്പിൻ്റെ രീതിയിലാണെങ്കിൽ മറ്റൊരു സമയത്ത് അവർ എന്ത് രൂപത്തിലാവും? മെഡുസയുടെ രൂപത്തിലും ഇരിക്കും. അങ്ങനെ ബോഡി രണ്ട് രൂപത്തിലും ഇരിക്കാൻ കഴിവുള്ള ആ ഒരു പ്രതിഭാസത്തിന് പറയുന്നതാണ് മെറ്റാജെനിസിസ് എന്ന് പറയും. ദോസ് നിഡേറിയൻസ് വിച്ച് എക്സിബിറ്റ് ബോത്ത് ഫോംസ്, രണ്ടും അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെനിസിസ്. അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ പോളിപ്പായിട്ടിരിക്കുമ്പോൾ, ഇതാണ് പോളിപ്പ് രൂപത്തിലിരിക്കുന്നവർ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെഡുസ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇവരിൽ നിന്ന് അവരുടെ റീപ്രൊഡക്ഷൻ വഴി മെഡുസ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ഇരിക്കുന്ന, അതായത് പോളിപ്പായിട്ടിരിക്കുന്ന ആനിമൽ, ദേ അസെക്ഷലി റീപ്രൊഡ്യൂസ് ടു പ്രൊഡ്യൂസ് ദ മെഡുസ. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ജെമ്യൂൾസ് എന്നൊക്കെ പറയും. അത് ആ ജെമ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകും? മെഡുസയുടെ രൂപത്തിലുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാകും. ദിസ് മെഡുസ ദെൻ സെക്ഷലി റീപ്രൊഡ്യൂസ് ടു പ്രൊഡ്യൂസ് ദ പോളിപ്പ്, അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ, സ്പേമോ ഓവോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ട് ലാർവയായിട്ട് ലാർവ വളർന്നിട്ട് ഈ രൂപത്തിലാവും, പോളിപ്പിൻ്റെ രൂപത്തിലാവും. അപ്പം പോളിപ്പ് asexually reproduce to produce medusa and medusa sexually reproduce to produce polyp. അതാണ് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡുസെ asexually and medusae form the polyp sexually. രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും അവർക്ക് നടക്കും. അതായത് പോളിപ്പിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന ജീവി അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി മെഡുസയെ പ്രൊഡ്യൂസ് ചെയ്യും, മെഡുസ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പോളിപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു പ്രാവശ്യം ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യും. ഇങ്ങനെ റീപ്രൊഡക്ഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിനൊരു പേരാണ് മെറ്റാജെനിസിസ് എന്ന് പറയും. ഇത് ഓർത്തിരുന്നോണം. അതായത് ചില നിഡേറിയൻസ് എക്സിബിറ്റ് ബോത്ത് ബോഡി ഫോംസ്, പോളിപ്പ് ആൻഡ് മെഡുസ. The polyp produce medusa sexually and medusae produce polyp sexually. This phenomenon is called metagenesis or alternation of generation. ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും അവരുടെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2-3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഒന്ന് ഫൈസാലിയ എന്ന് പറയും. ഫൈസാലിയ എന്ന് പറയുന്ന ജീവിയാണ് ഇത്. ഇവർ കോളനിയായിട്ടാണ് കാണുന്നത്. ഒത്തിരി ജീവികൾ ഒന്നിച്ചാണ് ഇവർക്ക് കാണുന്നത്. ഇതിൻ്റെ ചോട്ടിലാണ് ഈ ടെൻറ്റക്കിൾസോട് കൂടിയ ജീവികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇവരുടെ ഒരു ന്യൂമാറ്റോഫോർ എന്ന് പറയുന്ന ഒരു വായു അറയാണ്. ഈ വായു അറ ഉള്ളതുകൊണ്ട് ഇവർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ കപ്പൽ യാത്രികർ നോക്കുമ്പോൾ, ഈ കപ്പലിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ ഈ ഫൈസാലികൾ കൂട്ടത്തോടെ കിടക്കുന്ന കണ്ടാൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണെന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ കപ്പലുമായിട്ട് കിടക്കുന്ന പോലെ, നമുക്ക് പായ്ക്കപ്പലുമായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഫൈസാലിയ എങ്ങനെ വിളിക്കുന്നത്? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയുന്നത്. ഇത് അതേപോലെ റിസംബിൾ, പായ്ക്കപ്പൽ പോലെ റിസംബിൾ ചെയ്യുന്നു, പോർച്ചുഗീസുകാരുടെ പായ്ക്കപ്പൽ പോലെ, യുദ്ധക്കപ്പൽ പോലെ റിസംബിൾ ചെയ്യുന്നു എന്നാണ്, ആ രീതിയിലാണ് ഇതിന് പേര് കിട്ടിയത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കഥകളൊന്നും വേണ്ടെന്നില്ല, പക്ഷേ ഈ പേര് ഓർത്തിരിക്കുക. ഫൈസാലിയയെ എന്തെന്ന് വിളിക്കുന്നു? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് വിളിക്കുന്നുണ്ട്.
അടുത്ത മറ്റൊരു ജീവിയാണ് അഡാംസിയ അല്ലെങ്കിൽ സീ അനിമോൺ, കടൽ പൂവ് എന്നറിയപ്പെടുന്ന ജീവിയാണ്. അഡാംസിയ അല്ലെങ്കിൽ സീ അനിമോൺ. മറ്റൊരു ജീവിയാണ് പെനാറ്റുല എന്ന് പറയുന്നത്. പെനാറ്റുല അല്ലെങ്കിൽ സീ പെൻ. അപ്പോൾ നമ്മളോട് ഈ കുഞ്ഞു പേരുകളൊക്കെ ചിലപ്പം ചോദിക്കാം. സീ പെൻ ഏത് ഫൈലത്തിലാണ് എന്നൊക്കെ. കടൽ പേന എന്ന് പറയുന്ന പെനാറ്റുല എന്ന് പറയുന്ന ജീവിയാണിത്. ഇനി അടുത്ത മറ്റൊരു ജീവിയാണ് ഗോർഗോണിയ എന്ന് പറയുന്ന ജീവി. കണ്ടാൽ നമുക്ക് തോന്നും ഇലയാണോ എന്ന് തോന്നും. അല്ല, പക്ഷേ ഇതിൻ്റെ പേരാണ് സീ ഫാൻ എന്ന് പറയുന്ന ഒരു ജീവി. കോറൽ വർഗത്തിൽ വരുന്ന ഒരു ജീവിയാണ്. മറ്റൊരു മാൻഡ്രീന എന്ന് പറയുന്ന ഒരു ജീവിയാണ്, കോറലാണ്. ബ്രെയിൻ കോറൽ എന്ന് പറയും. നമ്മുടെ തലച്ചോറിനെ റെസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ബ്രെയിൻ കോറൽ, മാൻഡ്രീന എന്നാണ് ഇതിന് പറയുന്ന പേര്, ബ്രെയിൻ കോറൽ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമ്പിൾസിൻ്റെ പേരൊക്കെ ഓർത്തിരുന്നാകുക. കോറൽസ്, ഹൈഡ്ര, സീ അനിമോൺ, ഫൈസാലിയ, ഒറീലിയ, ഒബീലിയ, ഹൈഡ്ര പോലുള്ള ജീവികളെ, പിനാറ്റുല, ഗോർഗോണിയ, ഇങ്ങനെയുള്ള ജീവികളുടെയൊക്കെ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം പേരുകൾ തന്നിട്ട് അവരേത് ഫൈലത്തിലെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് പറയാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ ദേ ആർ അക്വാട്ടിക്, വെള്ളത്തിലാണ്. മോസ്റ്റ്ലി മറൈൻ, കടലിലുള്ളവരാണ് കൂടുതലും. സെസൈൽ, എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തവരാണ്. ഫ്രീ സ്വിമ്മിങ് ഉള്ളവരും ഉണ്ട്. പിന്നെ റേഡിയലി സിമെട്രിക്കലും ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? മറൈനാണ്, സെസൈലാണ്. സെസൈലായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഫ്രീ സ്വിമ്മിങ് ആൾക്കാരും ഉണ്ട്. റേഡിയലി സിമെട്രിക്കലും ആനിമൽസ് ആണ് ഇവർ. പിന്നെ ദ നെയിം നിഡേറിയ, അത് ഇമ്പോർട്ടൻറ്റ്. നിഡേറിയ വന്നത് എവിടെ നിന്നാണ്? ഡിറൈവ്ഡ് ഫ്രം നിഡോബ്ലാസ്റ്റ്. അവർക്ക് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഡിഫൻസ് സെല്ലുകൾ ഉള്ളതുകൊണ്ടാണ് നിഡേറിയ എന്നുള്ള പേര് കിട്ടിയത്. പ്രസൻറ്റ് ഓൺ ദ ടെൻറ്റക്കിൾസ് ആൻഡ് ദ ബോഡി. നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ്. അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു വെക്കുക. നിഡോബ്ലാസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആങ്കറേജ്, ഡിഫൻസ് ആൻഡ് ഫോർ ക്യാപ്ചർ ഓഫ് പ്രേ. ആങ്കറേജ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ, തൂങ്ങിക്കിടക്കാൻ, അതുപോലെ ഡിഫൻസിന്, പ്രതിരോധത്തിന്, അതുപോലെ ഇരയെ പിടിക്കാൻ ഒക്കെ വേണ്ടി സഹായിക്കുന്ന കോശങ്ങളാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നിഡോബ്ലാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവരെ നിഡേറിയൻസ് എന്ന പേര് കിട്ടിയത്. നിഡേറിയൻസ് എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഏത് ലെവലിലാണ് അവരുള്ള? ടിഷ്യൂ ലെവൽ. ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക്, 2 ജേം ലെയേഴ്സേ ഉള്ള, എക്ടോഡേമും എൻഡോഡേമും. പിന്നെ ദേ ഹാവ് എ സെൻട്രൽ ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് കോൾഡ് ഹൈപ്പോസ്റ്റോം. ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന ഓപ്പണിംഗ് ആണ്. ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ. 2 ടൈപ്പ് ഓഫ് ഡൈജഷനും ഉണ്ട്. സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്നതുകൊണ്ട്, സെല്ലിൻ്റെ വെളിയിൽ വെച്ച് നടക്കുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷനും ഇവർക്ക് ഉണ്ട്. പിന്നെ സം ഓഫ് ദ നിഡേറിയൻസ്, എക്സാമ്പിൾ കോറൽസ്, ഹാവ് എൻ എക്സോസ്കെൽറ്റൻ കമ്പോസ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ചില നിഡേറിയൻസ്, കോറൽസ് എന്ന് പറയുന്ന ജീവികൾ, ദേ പ്രൊഡ്യൂസ് സ്കെൽറ്റൻ. അവരുടെ ആ സ്കെൽറ്റനെയാണ് നമ്മൾ കോറലുകൾ എന്ന് പറയുന്നത്. നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബോഡി ഫോംസ്, അല്ലേ? ബേസിക് ബോഡി ഫോംസ് കോൾഡ് പോളിപ്പ് ആൻഡ് മെഡുസ. 2 ബോഡി ഫോംസിൽ അവരെ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ആൻഡ് സിലിണ്ടറിക്കൽ ഫോമാണ്, ലൈക്ക് ഹൈഡ്ര ആൻഡ് അഡാംസിയ. വേറാസ് മെഡുസ ഈസ് അംബ്രല്ല ഷേപ്ഡ് ആൻഡ് ഫ്രീ സ്വിമ്മിങ് ലൈക്ക് ഒറീലിയ ആൻഡ് ജെല്ലി ഫിഷ്. ഈ പോളിപ്പും മെഡുസയും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. Those nidarians which exist in both forms exhibit alternation of generation. ഈ 2 ഫോംസിലും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആ ഒരു നിഡേറിയൻസിനെ നമ്മൾ, അവരുടെ ആ റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് പറയും? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡുസെ സെക്ഷലി ആൻഡ് മെഡുസെ ഫോം പോളിപ്പ് സെക്ഷലി. എക്സാമ്പിൾ പറയുന്നത് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണുന്നത് ഒബീലിയ പോലുള്ള ചില നിഡേറിയൻസിലാണ് ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന് കാണുന്നത്. അതായത് ഈ 2 ഫോംസിലും, അതായത് പോളിപ്പെന്നും മെഡുസയുടെ രൂപത്തിലും ഒരേ ജീവിതത്തിൽ തന്നെ അവർക്ക് മാറി മാറി നിൽക്കാൻ പറ്റും, അല്ലേ? അതിനെയാണ് നമ്മൾ മെറ്റാജെനിസിസ് എന്ന് പറയുന്നത്. ഇത്രയാണ് സീലൻട്രേറ്റ എന്ന് പറയുന്ന ജീവി ഫൈലത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ അകത്തെ
ജീവികളുടെ പേരുകളും ഓർത്തിരിക്കുക. ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓർക്കുക. പോളിപ്പ്, മെഡൂസ ഡിഫറൻസ് മനസ്സിലാക്കുക. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്താണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ.